ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ കൂടുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നും ആലോചിക്കണ്ടെന്ന് വെക്കുക, അതാണ് നല്ലത്. പക്ഷേ എനിക്കതിന് പറ്റാറില്ല. എങ്കിലും തനിക്ക് പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാം സർ. ശരി. മോള് സിദ്ധാർത്ഥിനോട് അങ്ങനെ പറഞ്ഞത് നന്നായി. ആദ്യമായി പെണ്ണുകാണൽ ചടങ്ങ് പഴയ രീതി മാറ്റി കോഫി ഷോപ്പിൽ വെച്ച് കണ്ടതിനൊന്നും കുഴപ്പമില്ല. അതിനുശേഷം നിശ്ചയം പോലും നടത്താതെ വീണ്ടും കാണാനൊക്കെ ശ്രമിക്കുന്നത് ഇക്കാലത്ത് വലിയ കാര്യമല്ലെങ്കിലും മോൾ അങ്ങനെ കാണുന്നൊന്നും എനിക്കും വലിയ താല്പര്യമില്ല. ഞാനതിന് സിദ്ധാർത്ഥിനെ തെറ്റു പറഞ്ഞതല്ല അച്ഛാ. ഞാനും തെറ്റായി പറഞ്ഞതല്ല മോളെ. എന്നാലും മോൾ അത് വിലക്കിയത് നന്നായി എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കും. ഒരാളുടെ സ്വഭാവ രീതിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാതെ അയാളെ എങ്ങനെ ജീവിത പങ്കാളിയാക്കും എന്നൊരു ചിന്ത സിദ്ധാർത്ഥിനുണ്ടെന്നാ പറഞ്ഞത്. പക്ഷേ എന്നെ കണ്ടതോടെ സിദ്ധാർത്ഥിന് അതൊന്നും പ്രശ്നമല്ലെന്നും കൂടുതലൊന്നും ആലോചിക്കാതെ വിവാഹത്തിന് സമ്മതമാണെന്നും എന്നോട് പറഞ്ഞു. അതാണ് അയാൾക്ക് മോളെ വളരെ ഇഷ്ടപ്പെട്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞത്. എന്നാലും അച്ഛാ, അത്ര പരിചയമില്ലാത്ത ഒരാളോട് കുറച്ചു സമയം സംസാരിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നേ? അതായിരുന്നു അറേഞ്ച്ഡ് മാരേജിന്റെ രീതി. പരസ്പരം മനസ്സിലാക്കി വരുമ്പോഴേക്കും പിരിയാനാവാത്ത വിധം കുടുംബങ്ങൾ തമ്മിൽ ബോണ്ടിങ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടികളും ജനിച്ചിട്ടുണ്ടാവും. പിന്നെ പലതും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. തീരെ സഹിക്കാൻ പറ്റാത്തവർ മാത്രമേ പിരിഞ്ഞു പോകൂ. അതിന്റെ എണ്ണം പണ്ടത്തെ കാലത്ത് വളരെ കുറവായിരുന്നു. അന്നൊക്കെ കൂടുതൽ സഹിക്കുന്നവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നവരും ഒക്കെ സ്ത്രീകളായിരുന്നു അല്ലേ അച്ഛാ? അങ്ങനെയാണ് പൊതുവേ പറയുന്നത്. പക്ഷെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിച്ച ആണുങ്ങളും ഒരുപാടുണ്ടെന്നുള്ളതാണ് സത്യം. എന്തിനാ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം? പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്നവർക്ക് വിവാഹം കഴിച്ച പോരെ? ലോകം നിലനിൽക്കണം, സമൂഹത്തിൽ നല്ല നടപ്പുണ്ടാവണം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് പല രീതികളും ഇവിടെ നിയമങ്ങളായി നിൽക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഓരോരുത്തരും അനുഭവിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഒരു വിധിയുണ്ട്. അതുപോലെ എല്ലാം നടക്കൂ. ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അച്ഛാ, എനിക്ക് നാളെ മുത്തശ്ശി ഒന്ന് പോയി കണ്ടാ കൊള്ളാന്നുണ്ട്. മോള് പോയി കണ്ടോളൂ. അച്ഛൻ വരുന്നുണ്ടോ? എനിക്ക് നാളെ 1-2 സബ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരെ കാണാനുണ്ട്. അതിന്റെ സമയം ഇതുവരെ തീരുമാനമായിട്ടില്ല. അത് കഴിഞ്ഞ് വരാൻ പറ്റിയ ഞാൻ വരാം. അല്ലെങ്കിൽ മോള് തനിയെ പോയിട്ട് വാ. മോള് വലിയ കുട്ടിയായില്ലേ, ഇനി തനിയൊക്കെ പോവാം. ഞാൻ പോയിക്കോളാം അച്ഛൻ. അച്ഛൻ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എന്തിനാ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? മീര കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. അതിന് ഞാനിപ്പോ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് എന്തിനാ? നിനക്ക് കല്യാണം കഴിഞ്ഞാലും പഠിച്ചൂടെ വിദ്യയെ? എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? വാശി വിദ്യക്കല്ല, നിനക്കാണ്. അത് മനസ്സിലാക്കാത്തത് നീയാ. അതെ, അമ്മ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ഞാനിപ്പോ കല്യാണം കഴിച്ചാ പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമായിട്ട് സമയം കണ്ടെത്താനും പറ്റില്ല. അതൊക്കെ പിന്നെ ടെൻഷനാവും. എന്റെ പഠിത്തം പോവും, കരിയർ പോവും. എല്ലാം കളഞ്ഞ് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായി പോവും. വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു വീട്ടമ്മ ആകുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ.
അത് മോശം കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ല കാര്യം തന്നെയാ. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ കൊച്ചിലെ മുതലേ ആഗ്രഹിച്ചതും ഇത്രയും കഷ്ടപ്പെട്ടതും ഇപ്പൊ ഈ റിസർച്ച് ചെയ്യുന്നതും എല്ലാം എനിക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാ. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടമ്മേ. ഞാനൊരു കലാകാരിയാ. ആ കലയോട് എനിക്ക് സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അല്ലാതെ അമ്മ പറയും പോലെ ഒരാളെ കല്യാണം കഴിച്ച് അയാളുടെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നീ കല്യാണം കഴിക്കാതെ ഡാൻസ് കളിച്ച് നടക്കാൻ പോവാണോ? അല്ല, എന്റെ പഠിത്തം കഴിയട്ടെ. അതിനുശേഷം എന്റെ താല്പര്യങ്ങളെയും പ്രൊഫഷനെയും അംഗീകരിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാം. അല്ലാതെ ഇപ്പോഴേ എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. നിനക്കൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തത്? പെൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടാ. അതോർത്ത് അമ്മ പേടിക്കണ്ട. പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നതേ ജീവിതത്തിൽ മസ്റ്റായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇന്ന് നടക്കുന്ന പല വിവാഹങ്ങളിലും പകുതി കൂടുതലും ഡിവോഴ്സ് ആവുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം അമ്മയെ പോലുള്ള പാരന്റ്സാ. ഒരുമിച്ച് ജീവിക്കുന്നവരുടെ താല്പര്യം മനസ്സിലാക്കാതെ മറ്റു പലതും നോക്കി വിവാഹം നടത്തുന്നത് കൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്. അതൊക്കെ നിന്നെ പോലുള്ള ഇപ്പോഴത്തെ പിള്ളേര് പറഞ്ഞുണ്ടാക്കുന്നത്. അനുസരണയില്ലാത്ത അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാ അതൊക്കെ. എന്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എന്റെ കല്യാണം നടത്തിയത്. എന്നിട്ടിപ്പോ എനിക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ. ഞാൻ ഡിവോഴ്സ് വാങ്ങിപ്പോയില്ലല്ലോ. അത് അച്ഛൻ പാവമായതുകൊണ്ടാ. ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇവള് പറയുന്നത് ശരിയാണോ മനോജേട്ടാ? നിങ്ങൾ എന്നെ സഹിച്ചാണോ ജീവിക്കുന്നത്? നീ എന്തിനാ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? നീ വിദ്യ അവളുടെ വാശിക്ക് വിട്. അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴിയില്ലേ? ഇവൾക്ക് എന്താ എന്നെ ഒന്ന് അനുസരിച്ചാ? ഇവിടെ തന്നിഷ്ടത്തിന് നടക്കാൻ തുടങ്ങുന്നതുകൊണ്ടല്ലേ ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത്. അല്ലാതെ അമ്മ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ടല്ല. ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യമല്ല. അമ്മ വീണ്ടും എന്നെ നിർബന്ധിച്ച എനിക്കിത് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? നിന്നെ ഇത്രയും വളർത്തി വലുതാക്കാമെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും എനിക്കറിയാം. ഇല്ലമ്മേ, ഇക്കാര്യം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പഠിത്തം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല. ഇനിയും അമ്മ ഇത് പറഞ്ഞ് വഴക്കിട്ടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. 4 കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചാലും എനിക്ക് ജീവിക്കാൻ പറ്റും. ഡീ, നിന്നെ ഇത്രയും വളർത്തിയത് ഇത് കേൾക്കാനാണോ? ആണോന്ന്? മനോജേട്ടാ, ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ ഇവിടുന്ന് ഇറങ്ങി പോവെന്ന്. ധന്യ, നീ ഒന്ന് നിർത്ത്. വിദ്യ കുറച്ചു നേരമായിട്ട് പറയുന്നുണ്ട് അവളെ നിർബന്ധിക്കരുത്. നീ നിർത്താത്തത് കൊണ്ട് അവൾ അങ്ങനെ പറയുന്നത്. അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി. എല്ലാരും കൂടി ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിച്ചോ. ഞാനിനി ഒന്നും പറയാൻ പോകുന്നില്ല. അതെ, അങ്ങനെ പറയണ്ടായിരുന്നു. അമ്മയ്ക്കത് വിഷമമായി. ആ, അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. ഞാനിപ്പോ ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും നിർത്തില്ലായിരുന്നു വെച്ചാ. റിസർച്ചിന്റെ ടെൻഷൻ തന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. അതിന്റെ കൂടെ അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എന്നെ നിയന്ത്രണം പോവും. എനിക്കെല്ലാം സഹിക്കാൻ പറ്റാതാവും. എനിക്ക് മനസ്സിലാവും മോളെ, ടെൻഷൻ ആവണ്ട. ഇപ്പൊ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ബാക്കി ഞാൻ നോക്കണം. അങ്കിളെന്താ കാണണമെന്ന് പറഞ്ഞ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞത്. എന്താ കമ്പനിയിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇത് കമ്പനിയുടെ പ്രശ്നമൊന്നും അല്ല. പിന്നെന്താ? അല്ല, ആദർശമായിട്ട് വിഘ്നേഷ് ഒന്ന് സംസാരിക്കണം. ഞാനെന്ത് സംസാരിക്കാനാ? വിസ്മയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ ആദർശിന് ഒട്ടും താല്പര്യമില്ല. അത് ആദർശ് നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പൊ അമ്മയാണ് ആലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, അതെനിക്കറിയാമല്ലോ. ആദർശിനും ഇക്കാര്യം അറിയാം. മാധവേച്ചിയോട് എതിർത്ത് സംസാരിക്കാൻ ആദർശിന് മടിയാ. അതുകൊണ്ടാ വിഘ്നേഷിനോട് സംസാരിച്ച് നിങ്ങളായിട്ട് പിന്മാറിയാല് പിന്നെ ചേച്ചി ഒന്നും പറയില്ല എന്നാണ് ആദർശ് പറയുന്നത്. സ്വന്തം മകന് അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയാണെങ്കിൽ മരുമകനായ ഞാനെങ്ങനെ എതിർത്ത് സംസാരിക്കും? അത് മാത്രമല്ല, ഈ ആലോചനയായിട്ട് ആദ്യം അങ്ങോട്ട് ചെന്ന ഒരാളാണ് ഞാൻ.
സുഭദ്രാന്റിക്കും അമ്മയ്ക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും ആദർശ് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എപ്പോഴോ അമ്മയും ആന്റിയും തീരുമാനം മാറ്റി. അങ്ങനെയാണ് ഈ ആലോചന ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഞങ്ങൾ എങ്ങനെ പറ്റില്ല എന്ന് പറയും? ആദ്യം ആലോചിച്ച് ചെന്നപ്പം അവർ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇനി നിങ്ങൾ വേണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ, അങ്ങനെയൊക്കെ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് പറ്റില്ല. പിന്നെ അന്ന് അമ്മയും സുഭദ്രാന്റെ എല്ലാം കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ റീസൺ, ഞാൻ അഭിരാമിയെ വിവാഹം കഴിച്ചതുകൊണ്ട് ഓൾറെഡി നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടല്ലോ. ആദർശിന് പുതിയ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം ആലോചിച്ചാൽ ബന്ധുബലം കൂടുമല്ലോ എന്നൊക്കെയാ. ആ സമയത്താ അങ്കിള് ശ്യാമയുടെ ആലോചന കൊണ്ട് ചെല്ലുന്നത്. അത് രക്തബന്ധമായിരുന്നില്ലേ? അപ്പൊ അതിലും നല്ലത് വിസ്മയുടെ ആലോചനയാണെന്ന് തോന്നിക്കാണും. പിന്നെ ആദർശ് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പുറത്തുള്ള കുടുംബത്തിലേക്ക് ആലോചിച്ചാൽ ആദർശിന്റെ ആറ്റിറ്റ്യൂഡിന് അത് നാണക്കേടാവില്ലേ? ആ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ആദർശിന് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടത്താമെന്ന് തോന്നുന്നുണ്ടോ? അത് അമ്മ നോക്കേണ്ട കാര്യമല്ലേ? അമ്മയും ആദർശം കൂടി അത്തരം കാര്യങ്ങൾ തീരുമാനം എടുത്തോളൂ. അങ്കിള് ശ്യാമയുടെ ആലോചന പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയാണോ ഇത് സംസാരിക്കുന്നത്? അല്ല, ഞാൻ ശ്യാമയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയല്ല. ഞാൻ ആദർശിന് വേണ്ടി ആദർശ് പറഞ്ഞിട്ട് സംസാരിക്കുക. ആദർശിന് താല്പര്യമില്ലാത്ത ഒരു വിവാഹത്തിന് മാധവേച്ചി അവനെ നിർബന്ധിക്കുന്നു. നാളെ അവൻ ആ നിർബന്ധത്തിന് വഴങ്ങി വിസ്മയെ വിവാഹം കഴിച്ചാൽ ആ ബന്ധം ശാശ്വതമാവുമെന്ന് വിഘ്നേശന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു ഉറപ്പ് ഒരു ബന്ധത്തിനും പറയാൻ പറ്റില്ലല്ലോ. എല്ലാരും സമ്മതിച്ച് വലിയ താല്പര്യത്തോടെ നടത്തുന്ന എത്രയോ വിവാഹങ്ങൾ 1 വർഷം തികയുന്നതിന് മുന്നേ ഡിവോഴ്സ് ആവുന്നു. ഒരു ഉറപ്പുമില്ലാതെ എങ്ങനെയൊക്കെ നടന്നു പോകുന്ന എത്രയോ വിവാഹങ്ങൾ വലിയ സക്സസ് ആവുന്നു. ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലെയാ. ഒത്താലൊത്തു. പിന്നെ അങ്കിളെ, ഇനി ആദർശ് നേരിട്ട് വിസ്മയുടെ അടുത്ത് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും വിവാഹം നടക്കാൻ എന്തെങ്കിലും സാധ്യത കിട്ടിയാ വിസ്മയ സമ്മതിക്കും. അവൾക്ക് ആദർശിനെ മാത്രം മതിയെന്നാ അവള് പറയുന്നത്. ഈ പെങ്ങന്മാരിങ്ങനെ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? എന്നാ ഞാൻ പോട്ടെ അങ്കിളെ. അവിടെ നിന്നേ. മീര എങ്ങോട്ടാ? ഞാൻ മുത്തശ്ശിയെ കാണാൻ. ഓ, ധന്യയുടെ വീട്ടിലേക്കാണോ? എന്തിനാ ഇപ്പൊ മുത്തശ്ശിയെ കാണുന്നത്? കുറച്ചു ദിവസം മുൻപ് പോയി കണ്ടതല്ലേ. ഇന്നിപ്പോ അവിടം വരെ പോയി കാണേണ്ട ആവശ്യമുണ്ടോ? നീ വെറുതെ ഇവിടെ എങ്ങനെ ഇരിക്കാൻ നോക്ക്. അല്ല ബീനാമേ, എനിക്കിന്ന് ഓഫല്ലേ. അവധിയുള്ള ദിവസമല്ലേ മുത്തശ്ശിയെ പോയി കാണാൻ പറ്റൂ. ഞാൻ വേഗം വരാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ പോകുന്ന കാര്യം ഇന്നലെ അച്ഛനോടും പറഞ്ഞിരുന്നു. അച്ഛന് സമ്മതിച്ചതാ. എന്നോട് പൊയ്ക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞിരുന്നു. ഓ, നിന്റെ അച്ഛൻ പറയുന്ന മാത്രമേ നീ അനുസരിക്കൂ. അല്ലെങ്കിൽ തന്നെ ഇന്ന് നിനക്ക് പോണോന്ന് എന്നോടും കൂടി ഒരു വാക്ക് പറയായിരുന്നില്ലേ? നീ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ വീട്ടിലെ ജോലികളൊന്നും തീർത്തിട്ടില്ല. നിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറയാം. നിന്റെ അമ്മയുടെ സ്ഥാനം തന്ന അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെന്ന് ഇത്രയും വർഷമായിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല? ബീനാമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. നീ വെറുതെ എന്റെ മുമ്പിൽ അഭിനയിക്കല്ലേ മീരെ. നിന്റെ കണ്ണിൽ ഞാൻ നിന്റെ രണ്ടാനമ്മയാ. ആ പരിഗണനയെ നീ എനിക്ക് തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും ജോലികൾ കിടക്കുമ്പോ നീ ഇങ്ങനെ ഇറങ്ങി പോവോ? ആഴ്ചയിൽ ഒരു അവധി ദിവസം ഉണ്ടായിട്ട് വീട്ടിലിരിക്കാനോ എന്നെ ഒന്ന് സഹായിക്കാനോ നിനക്ക് തോന്നുന്നുണ്ടോ? രാവിലെ ഞാൻ ഒരുവിധം ജോലിയെല്ലാം ഒതുക്കിയിട്ടുണ്ട്. ബാക്കി എന്തുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് ചെയ്തു തരാം. എന്ത് ജോലി ചെയ്യുന്നതിനും എനിക്കൊരു മടിയില്ലെന്ന് ബീനാമ്മയ്ക്ക് അറിയാലോ. ഇല്ല, എനിക്കറിയില്ല. നീ ഇവിടെ എന്ത് മലമറിച്ചെന്നാ പറയുന്നേ? വെറുതെ വഴക്കിട്ട് മുത്തശ്ശിയെ കാണാൻ പോവാൻ സമ്മതിക്കാതിരിക്കല്ലേ. മുത്തശ്ശിക്ക് പ്രായമായിരിക്കല്ലേ ബീനാമ്മ. എന്നെ കാണണമെന്ന് മുത്തശ്ശിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇവിടെ വരെ തനിയെ വരാനോ ഇവിടെ നിൽക്കാനോ പറ്റിയ സാഹചര്യം മുത്തശ്ശിക്കില്ലല്ലോ. അപ്പൊ അവസ്ഥ മനസ്സിലാക്കി ഞാൻ പോയി കാണുന്നതല്ലേ ശരി? ഓഹ്, നിനക്ക് ആവശ്യമുള്ള ശരികളെല്ലാം നന്നായിട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ നിനക്കറിയാം. അല്ലെങ്കിലും നീ പറയുന്നത് മാത്രമാണല്ലോ ശരി.
അങ്ങനെയല്ല ബീനാമ്മേ, പ്രായമായവരുടെ മനസ്സ് നമ്മളായിട്ട് വേദനിപ്പിക്കരുത്. ഞാൻ ചെല്ലുന്നതും കാത്ത് മുത്തശ്ശി അവിടെ ഇരിക്കും. നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? ഉം. എന്നെ വളർത്താൻ മുത്തശ്ശി ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്റെ അമ്മ എനിക്ക് നഷ്ടമായപ്പോ മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മോളെയാ. ആ വിഷമത്തിൽ തളരാതെ പാവം പിടിച്ചെന്നത് എനിക്ക് വേണ്ടിയാ. എന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് ബീനാമയും സൂരജും വരുന്നത് വരെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മുത്തശ്ശിയല്ലേ? ആ മുത്തശ്ശിയെ ഞാൻ മറന്നാലോ, അറിയാതെ പോലും വേദനിപ്പിച്ചാലോ, ഈശ്വരൻ പോലും എന്നോട് ക്ഷമിക്കില്ല. ഞാൻ ചെല്ലാതിരുന്ന മുത്തശ്ശിക്ക് വലിയ സങ്കടാവും. ഞാൻ വേഗം പോയിട്ട് വരാം ബീനാമ്മേ. അപ്പോ ഞാൻ പറഞ്ഞതിനും എന്റെ കഷ്ടപ്പാടിനും ഒന്നും ഒരു വിലയും ഇല്ലല്ലേ? അല്ല ബീനാമ്മേ, എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് ചെയ്തു തീർത്തോളാം. ശരി ശരി, ഇനി ഞാൻ കാരണം നിന്റെ യാത്ര മുടങ്ങണ്ട. ഞാൻ എത്ര പറഞ്ഞാലും നീ അതൊന്നും അനുസരിക്കാനും പോകുന്നില്ലല്ലോ. അങ്ങനെയല്ല, എനിക്ക് ബീനാമ്മ അച്ഛനും ഒരുപോലെ തന്നെയാ. എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ ബീനാമ്മയെ കാണുന്നതും. ഓ, പറച്ചിലിനൊന്നും ഒരു കുറവുമില്ല. ദേ, ഇനി നീ ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. നീ വേഗം പോയിട്ട് വരാൻ നോക്ക്. ശരി, ഞാൻ പോയിട്ട് വരാം. ദാസേട്ടനാണല്ലോ വിളിക്കുന്നത്. കോൾ എടുക്ക്. ഹലോ ആശാനെ. ഹലോ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അത് പറയാനാ ഞാൻ വിളിച്ചത്. ആ പയ്യൻ പറഞ്ഞ വിഗ്രഹത്തിന്റെ കാര്യം എന്തായി? അത് കിട്ടോ? അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ആദ്യം അത് വാങ്ങിക്കാൻ ആൾ റെഡിയാണോന്ന് അറിയണം. നല്ല വിലയുള്ള സാധനമല്ലേ? വാങ്ങിക്കാനൊക്കെ ആളുണ്ട്. 100 വർഷത്തിന് മുകളിലാണെങ്കിൽ നല്ല വില കിട്ടും. അന്ന് പറഞ്ഞ പോലെ 300 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ 10 കോടിക്കടുത്ത് ഉറപ്പായിട്ടും കിട്ടും. ആണോ? അത്രയൊക്കെ കിട്ടുമോ? 10 കോടിക്ക് മുകളിൽ കിട്ടും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ആശാനെ? ഇതിലൊരു കള്ളത്തരവുമില്ല, ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ വിഗ്രഹത്തിന് പറഞ്ഞ പഴക്കം ഉണ്ടാവണം. അവരത് എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യും. സംഭവം സത്യമാണ്. പക്ഷേ സാധനം എടുക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. പക്ഷെ ചിലവെല്ലാം നിങ്ങൾ നോക്കണം. പിന്നെ കാശ് കിട്ടിയിട്ട് എനിക്ക് 10% കമ്മീഷനും തരണം. അതൊക്കെ തരാം. എങ്കിൽ സംഭവം നടന്നു കൂട്ടിക്കോ. നിങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ എന്തൊക്കെ സഹായം ചെയ്യണമെന്ന് അറിയിച്ചാൽ മതി. ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ ആശാനെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. എടാ സൂരജേ, 10 കോടിക്ക് മോളിൽ കിട്ടുമെന്നാ ദാസേട്ടൻ പറയുന്നത്. 10 കോടിയോ? ആ, നീ ഓക്കെ പറഞ്ഞാ നമ്മളത് എടുക്കുന്നു, കൊടുക്കുന്നു, കോടീശ്വരന്മാരാവുന്നു. മനു, ഇത്രയൊക്കെ പണം അവർ നമുക്ക് തരൂന്ന് ഉറപ്പാണോ? ഛേ, സൂരജ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആശാൻ ആള് ഫ്രോഡാ. പക്ഷേ നമ്മളൊന്നും പറ്റിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എടാ, ഇതൊരു ചെറിയ തുകയല്ല. കിട്ടുന്ന തുക ലൈഫ് സെറ്റിൽ ആകുന്ന എമൗണ്ടാണ്. ആർക്കായാലും ഒന്ന് പറ്റിക്കാനൊക്കെ തോന്നും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? എടാ, എനിക്ക് ആശാനെ വിശ്വാസമാ. നമ്മളിത് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല. അത് കൊടുത്ത് കിട്ടുന്ന കാശ് വാങ്ങി എത്രയും പെട്ടെന്ന് ലൈഫ് സെറ്റിൽഡ് ആക്കുന്നതല്ലേ നല്ലത്. ആശാൻ പറ്റിക്കൂലായിരിക്കും അല്ലേ? പക്ഷേ ഇത് വാങ്ങുന്ന ആളുകൾ ആശാനെ പറ്റിച്ചാൽ എന്ത് ചെയ്യും? നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അങ്ങനെ സംഭവിക്കുമോ? പൊതുവെ ഇത്തരം കാര്യങ്ങളിലാരും ചതി ചെയ്യാറില്ല. കാരണം ചതിക്കപ്പെട്ട ഒറ്റുകളുണ്ടാവും. അവർക്ക് പിന്നെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. നമ്മളാരും ഇതിൽ പ്രൊഫഷണൽസ് അല്ലെന്നും ഇനിയും ഇത്തരം സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുമല്ല അവരും മനസ്സിലാക്കും. അപ്പോൾ അവർ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പ്രായത്തിൽ ചെറുതായതുകൊണ്ട് അത്രയ്ക്കൊരു സീരിയസ്നെസ്സേ അവരിതിലെടുക്കാൻ സാധ്യതയുള്ളൂ. എൻ്റെ മുത്തശ്ശനെ കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശനോ? അതെ, എൻ്റെ ശരിക്കുള്ള അച്ഛൻ്റെ അച്ഛൻ. മുത്തശ്ശൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കുമോ? നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂരജന് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മുത്തശ്ശനെയും കൂടെ കൂട്ടാം. പ്രായമുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് നല്ലതാ. അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് ഒരു തോന്നലുണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാൻ എന്തായാലും മുത്തശ്ശനുമായിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ.
മീര, സർപ്രൈസ് ആയല്ലോ. ഇവിടെ വെച്ചിപ്പോ മീരയെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹരിയെങ്കിളിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ഒരു യൂറോപ്യൻ ടൂറിലാ. അവരെത്തിയാൽ ഉടനെ ഞങ്ങളെല്ലാവരും കൂടി മീരയുടെ വീട്ടിലേക്ക് വരാനാ പ്ലാൻ. അല്ല, മീര എങ്ങോട്ടാ? എന്റെ കസിന്റെ വീട് വരെ പോവാ. ഞാൻ മീരയെ ഡ്രോപ്പ് ചെയ്യാം. ഐ മീൻ, ഞാൻ കൂടെ വരാം. അല്ല, മീരയുടെ റിലേറ്റീവ്സിനെ എനിക്കിപ്പോഴേ പരിചയപ്പെടാമല്ലോ. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്കിൽ നമുക്കൊരു കോഫി കുടിച്ചാലോ? വേണ്ട, ഞാൻ പോട്ടെ. ആ, ശരി.